പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് പരോൾ നൽകിയതിൽ സിപിഐഎമ്മിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുകയാണ് കാസർഗോഡ് DCC. മുഴുവൻ പ്രതികൾക്കും പരോൾ നൽകാനുള്ള ശ്രമം നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികളെ പരോളിൽ ഇറക്കി കലാപമുണ്ടാക്കാനാണ് CPIM ശ്രമിക്കുന്നത്. ഈ കേസിൽ പുനരന്വേഷണവുമായി മുന്നോട്ടു പോകാനുള്ള കുടുംബത്തിന്റെ ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും PK ഫൈസൽ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. പിണറായി സർക്കാർ അധികാരം വിട്ടൊഴിഞ്ഞു പോകുന്ന സമയത്താണ് ഈ കൊലപാതകികൾക്ക് പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ കൊടും ക്രിമിനൽ, ഈ കൊലപാതകികൾ നാട്ടിൽ വന്ന് അക്രമങ്ങളും അരാജകത്വങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പരോൾ അനുവദിച്ചത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. UDF സർക്കാരിനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി പ്രതിച്ഛായ സമാധാന അന്തരീക്ഷം നാട്ടിൽ തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പോലും കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢമായ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത്, CPM നേതൃത്വം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. രതീഷ് വാസവൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കുടുംബം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ കുടുംബത്തിന്റെ ആരോപണവുമുണ്ട്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമെന്ന് സമാനമായ രീതിയിൽ തന്നെ DCCയും പറയുന്നു. സേതു, തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് ഇത്തരത്തിൽ 5 പേർക്കാണ് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്. ഈ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് 20 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചത്. ഇത് വലിയ രാഷ്ട്രീയ ആരോപണമായി തന്നെയാണ് UDF കാണുന്നത്. മനഃപൂർവ്വം ഇത്തരത്തിൽ ഈ പ്രതികളായവരെ നാട്ടിലെത്തിക്കുകയും അത്തരത്തിൽ നാട്ടിലൊരു പ്രശ്നമുണ്ടാക്കുകയാണ് CPMൻ്റെ ലക്ഷ്യം. അത് UDF ഗവൺമെൻറ്റിനെ പ്രതിച്ഛായ മോശമാക്കാനാണ് എന്നാണ് ഇപ്പോൾ DCCയുടെ ആരോപണം. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മറ്റ് 5 പേർക്ക് കൂടെ ഇത്തരത്തിൽ പരോൾ അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയാണെന്ന ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അസാധാരണമായ രീതിയിൽ ഒരു പരോൾ അനുവദിക്കപ്പെട്ടത് എന്നത് പരിശോധിക്കണം എന്ന തരത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും UDF, DCC, കോൺഗ്രസ് ഒക്കെ തന്നെ കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രതിഷേധത്തിലാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഈ പ്രതികളെ ഇത്തരത്തിൽ അനിയന്ത്രിതമായി പരോൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ട്. ഇത് CPMൻ്റെ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലാണെന്ന ആക്ഷേപം, നേരത്തെയുള്ള ആക്ഷേപം തുടരുകയാണ് വരുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഉൾപ്പെടെ ഈ പരോൾ അനുവദിക്കൽ മാറുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഏത് നടപടിയെടുത്താലും ഒപ്പമെന്നും DCC പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സേതു.